റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദി റിസറക്ഷൻ പവർ. എന്താണ് റിസറക്ഷൻ പവർ? പറഞ്ഞാട്ടെ, റിസറക്ഷൻ പവർ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഏറ്റവും വലിയൊരു അനോയിന്റിങ് അഭിഷേകമാണ് ഉയർപ്പിൻ്റെ അഭിഷേകം, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അഭിഷേകം. ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ ശക്തി. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് പിതാവായ ദൈവം അയച്ചിട്ട് വന്ന ഒരു ദൈവശക്തി കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ ആരുടെ മേലുണ്ട്? ആരുടെ മേലുണ്ട്? നിങ്ങളുടെ മേലുണ്ട്. ആ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ അകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ഉയർപ്പിൻ്റെ ശക്തിയുടെ ഏറ്റവും വലിയ ഗുണം, നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്ത് മരവിച്ച് ചത്തു മരിച്ചു എന്ന് നീ വിധി എഴുതിയിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഇന്ന് പകൽ ഈ ഉയർപ്പിൻ്റെ ശക്തി നിന്റെ തലമുറയുടെ വിഷയമായിരിക്കാം, തലമുറ ഇല്ലാത്ത വിഷയമായിരിക്കാം, ഹല്ലേലൂയ, വിവാഹം നടക്കാത്ത വിഷയമായിരിക്കാം, ജോലി ഇല്ലാത്ത വിഷയമായിരിക്കാം. എന്നാൽ ഇന്ന് ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഉയർപ്പിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അത് വെളിപ്പെടട്ടെ. ഒരു അസാധാരണമായ ഉയർപ്പിന്റെ ശക്തി ചിലരുടെ മേൽ ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുകയാണ്. The resurrection power. നിന്റെ ശരീരത്തെ, ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വലിയ അഭിഷേകം, അത് നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ നീ പ്രാർത്ഥിച്ച് മടുത്തുപോയ വിഷയങ്ങളിൽ ആത്മാവിന്റെ പകൽ ഒരു റിസറക്ഷൻ പവർ, ഉയർപ്പിന്റെ ശക്തി. ഓ, ഉയർപ്പിന്റെ ശക്തി ചിലരുടെ ശരീരങ്ങളിൽ, ജീവിതങ്ങളിൽ അത് വ്യാപരിക്കട്ടെ. കർത്താവ് നിന്റെ മേൽ ആ ഉയർപ്പിന്റെ ശക്തി ഇറങ്ങാൻ പോവുക. ചില ഉയർപ്പിന്റെ ശക്തി നിന്റെ മേൽ, ഉയർപ്പിന്റെ ശക്തി റിലീസ് ചെയ്യും. ഉയർപ്പിന്റെ ശക്തി. ഉയർപ്പിന്റെ ശക്തി, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ റിലീസ്. Yes, fire of Holy Spirit. പ്രാപിച്ചോ ദൈവത്തിന്റെ ശക്തി. കർത്താവ് പറയാ, പ്രാർത്ഥിച്ച് മടുത്ത വിഷയം, പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്ത വിഷയം, ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തി ഈ പോലെ നിന്റെ അകത്തങ്ങോട്ട് ഇറങ്ങി നിന്റെ സ്ഥിതി മാറാൻ പോയ, നിന്റെ സ്ഥിതി ഇന്ന് മാറാൻ പോകുന്നു. Oh, hallelujah, Jesus. Hallelujah. Hallelujah. ഇപ്പൊ കർത്താവിന്റെ ഒരു പ്രത്യേകത, കർത്താവ് മരിച്ചു. ഈ മരണം, കർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകന്മാർ പറഞ്ഞിരുന്നു, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. ആ വ്യക്തി മാനവരാശിയുടെ വിടുതലിന് വേണ്ടിയുള്ള മനുഷ്യപുത്രനാണ്. അവൻ ഈ ഭൂമിയിൽ വന്ന 3.5 വർഷക്കാലം കർത്താവിൻ്റെ വേല ചെയ്തതിന് ശേഷം മരിക്കും. പക്ഷേ മരണത്തെ ജയിക്കുന്നൊരു അഭിഷേകം ആ വ്യക്തിയുടെ മേലുണ്ടാകും.
ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കുമെന്ന ഒരു വാഗ്ദത്തമുണ്ട്. ഇന്ന് പകല് ആത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കിയിട്ട് ദൂത് പറയുകയാണ്. നിങ്ങൾ ഒരു ദൂത് കേട്ടിട്ടുണ്ടോ? ഒരു വാഗ്ദത്തം നീ കേട്ടിട്ടുണ്ടോ? നീ എവിടെ നിന്നെ ഒതുക്കി വെച്ചാലും ഈ വാഗ്ദത്തം നിന്നെ പുറത്തു കൊണ്ടുവരും. പിശാചും മനുഷ്യനും കൂടെ ചേർന്ന് നീ കേട്ട വാഗ്ദത്തവും നീ കേട്ട ദൂതും നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ ഈ ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കെട്ടി ഒതുക്കി വെച്ചാലും അവിടെ നിന്നും ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും. അത് യേശുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് ദൈവം തരുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. ഈ ഭൂമിയിൽ വിളിയുള്ളവനെ, വാഗ്ദത്തമുള്ളവനെ, വിളിയുള്ളവനെ ലോകത്തൊരു ശക്തിക്കും കെട്ടി ഒതുക്കാൻ പറ്റത്തില്ല. നീ വേരറ്റ് പോയാലും നീ മുളച്ച് പുറത്തു വരും. ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങുമ്പോൾ നീ പുറത്തു വരും. നീ പുറത്തു വരും. ഈ മെസ്സേജ് പറയുമ്പോൾ ഇന്ന് പകൽ ഇതിനകത്ത് റിസറക്ഷൻ പവർ വെളിപ്പെടുകയാണ്. റിസറക്ഷൻ പവർ, ഉയർപ്പിന്റെ ശക്തി നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഹല്ലേലൂയ ജീസസ്. പ്രൈസ്. അടുത്തിരിക്ക് കരം കൊടുത്ത് പറഞ്ഞാട്ടെ, നിന്നെ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ല. മരണത്തിന് നിന്നെ ഒതുക്കാൻ സാധിക്കത്തില്ല. രക്ഷിക്കപ്പെട്ട ആത്മശക്തി പ്രാപിച്ച നിന്നെ മരണത്തിന് ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പിശാചിന് ഒതുക്കാൻ പറ്റത്തില്ല. മനുഷ്യന് ഒതുക്കാൻ പറ്റത്തില്ല. മന്ത്രവാദികൾക്ക് ഒതുക്കാൻ പറ്റത്തില്ല. ശത്രുവിന് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. പാരമ്പര്യങ്ങൾക്ക് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. രോഗത്തിന് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. കടഭാരത്തിന് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഈ ലോകത്ത് ഒരു ശക്തികൾക്കും ഒരു മന്ത്രവാദികൾക്കും ഒരു ആഭിചാരകന്മാർക്കും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പറഞ്ഞാട്ടെ, ധൈര്യമായിട്ട് ഒതുക്കാൻ പറ്റുന്നവനല്ല ഞാൻ. ആള് വേറെയാണ്. പറഞ്ഞാട്ടെ, ഞാൻ ആള് വേറെയാ. ഞാൻ വേറെ. ആള് മാറിപ്പോയി. ഞാൻ ആള് വേറെയാണ്. ഞാൻ പുറത്തു വരും. ഞാൻ പുറത്തു വരും. പറഞ്ഞാട്ടെ, ഞാൻ പുറത്തു വരും. ഞാൻ പുറത്തു വരും. എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി അതിനെ പുറത്തു കൊണ്ടുവന്നിരിക്കും. അസാധാരണമായൊരു ദൈവശക്തി, അസാധാരണമായ അഭിഷേകം എന്റെ അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ട് ഞാൻ ഒതുക്കാൻ പറ്റത്തില്ല. ആത്മാവിനെ പുറത്തു കൊണ്ടുവരും. ദൈവശക്തി എന്നെ പുറത്തു കൊണ്ടുവരും. ഞാൻ അടക്കത്തിൽ നിന്നും, എന്നെ മരിച്ച അടക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും, അടക്ക ശുശ്രൂഷകളിൽ നിന്നും, കർമ്മങ്ങളിൽ നിന്നും, പാരമ്പര്യങ്ങളിൽ നിന്നും ഞാൻ പുറത്തു വരും. 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 അത് നിന്നോടുള്ള ദൂതാണ്. നീ പുറത്തു വരും. രക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? രക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ട്? അതെ, സ്നാനപ്പെട്ടവർ എത്ര പേരുണ്ട്? നീ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആത്മാ പറയും നീ പുറത്തു വന്നിരിക്കും. കാരണം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഉയർപ്പിന്റെ ശക്തിയാണ്. ഉയർപ്പിന്റെ ശക്തി നിന്റെ അകത്ത് വ്യാപരിക്കുക. ഓ ജീസസ്. ഈ വെളിപ്പാട് നിന്റെ അകത്ത് കത്തിയാൽ നീ ഒരിക്കലും തളർന്നു പോവുകയില്ല. അല്പസമയത്തോ മണിക്കൂറുകളിലോ നീ ഒന്ന് തളർന്നു പോകാം. ചില വാക്കുകൾ കേൾക്കുമ്പോൾ, ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഏതു മനുഷ്യനും ഒന്ന് തളർന്നു പോകാം. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ളവൻ, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് യഥാർത്ഥമായ അഭിഷേകമാണെങ്കിൽ, വെളിച്ചപ്പാടിന്റെ ശക്തിയുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വേറെ ദുരാത്മാവുള്ളവൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അഭിഷേകമുള്ളവനെ കുറിച്ച് ഞാൻ പറയുക. ഈ അഭിഷേകമുള്ളവൻ തളർന്നു പോകത്തില്ല. അവൻ പുറത്തു വരും. ക്ഷീണിച്ചു പോകത്തില്ല. സാഹചര്യങ്ങൾക്ക് അവനെ ക്ഷീണിപ്പിക്കാൻ പറ്റത്തില്ല. ചങ്ങലകൾക്ക് അവനെ ബന്ധിക്കാൻ പറ്റത്തില്ല. അതാ പൗലോസ് ചങ്ങലയ്ക്കകത്ത് കിടന്നപ്പോഴും ഉയർപ്പിന്റെ ശക്തിയുള്ളവൻ ചങ്ങലകളെ ഉരുമി ആത്മനിറവിൽ ആരാധിച്ചപ്പോൾ ഇരുന്ന സ്ഥലം ഭൂകമ്പം പോലെ പൊട്ടി, ചങ്ങലകൾ പൊട്ടി പുറത്തു വന്നെങ്കിലും പത്രോസ് അകത്ത് ഉയർപ്പിന്റെ ശക്തിയുള്ളവനെ കല്ലറയ്ക്കകത്തോ ഒരു കാരാഗ്രഹത്തിനും പിടിച്ചൊതുക്കാൻ പറ്റത്തില്ല. അവൻ ആരാധിച്ചപ്പോൾ ചങ്ങലകൾ പൊട്ടി, ബന്ധനമഴിഞ്ഞു, ഭൂകമ്പമുണ്ടായി, ഇരുമ്പ് വാതിലുകൾ തുറന്നു, പട്ടണത്തിന്റെ വാതിലുകൾ തുറന്നു. അവർ പുറത്തു വന്നു. അവരെ ആർക്കും ഒതുക്കാൻ പറ്റിയില്ല. ഉയർപ്പിന്റെ ശക്തി
ആൾക്കാരെ പുറത്തു കൊണ്ടുവരികയാണ്. ഐശ്വര്യക്കകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. ഉയർപ്പിന്റെ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ നീ ഐശ്വര്യയിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ വ്യാപരിക്കുന്നത് ഉയർപ്പിന്റെ ശക്തിയാണ്. യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 3.5 വർഷക്കാലം മിനിഷ് ചെയ്തപ്പോൾ ആ കർത്താവിലൂടെ രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ പുറത്തു വന്നു, ദുരാത്മാക്കളെല്ലാം ഓടി, ഒരുപാട് കാര്യങ്ങൾ നടന്നു. പക്ഷേ ആ കർത്താവിനെ ആ മരിച്ചു കിടന്നപ്പോൾ, അതിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അതിന് ശേഷമുള്ളത് വ്യത്യസ്തമായൊരു അഭിഷേകമാണ്. അതായത് ആ നാള് വരെ 3.5 വർഷക്കാലം പിശാചിനെ കർത്താവ് എന്ത് ചെയ്തു? പുറത്താക്കി. ആൾക്കാരിൽ നിന്ന് പുറത്താക്കി, ദേശത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ടിരുന്നു, സൗഖ്യം കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എന്താ യേശു ചെയ്തത്? നേരെ താഴോട്ട് പോയി, പാതാളത്തിലോട്ട് പോയി. എന്നിട്ട് അവനെ പുറത്താക്കാൻ അവന്റെ തലയെ ഇങ്ങോട്ട് പിടിച്ച് ഒരൊറ്റ ചവിട്ട്. പ്രൈസ് ദി ലോർഡ്. അതുവരെ മനുഷ്യന്റെ അകത്തു നിന്ന് പുറത്താക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എന്റെ കർത്താവ് പാതാളത്തിലോട്ട് ചെന്ന് പിശാചിനെ ഇങ്ങോട്ട് പിടിച്ച് അവന്റെ തലയെ ചവിട്ടി തകർത്ത് അവന്റെ കയ്യിലിരുന്ന അധികാരത്തിന്റെ താക്കോലിനെ പിടിച്ചു വാങ്ങിച്ചിട്ട് ശരീരമാകുന്ന സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ ദൈവമക്കളെ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി അത് നിസാരമല്ല. അത് വെറുതെ മനുഷ്യരെ ഉള്ളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുന്നത് മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു അഭിഷേകവും അധികാരവും നിന്റെ മേലുണ്ട്. നീ ഇപ്പോൾ പറയുന്നത് സംഭവിക്കപ്പെടും. നീ തുറക്കുമ്പോൾ അത് തുറക്കപ്പെടും സ്വർഗത്തിൽ. നീ അഴിക്കുമ്പോൾ അത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും നിനക്കപ്പോൾ അധികാരമുണ്ട്. നീ പറയുന്നത് സംഭവിക്കും. യെസ് 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 യെസ്. ഇന്ന് പകൽ ചെല്ലണമേ, അധികാരം വീഴട്ടെ, അധികാരത്തിന്റെ പുതപ്പ് വീഴട്ടെ, 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 വീഴട്ടെ. പ്രാപിച്ചോ, പ്രാപിക്കൊരു അധികാരത്തിന്റെ ശക്തി, ഒരു അസാധാരണ അധികാരം, ഒരു അധികാരം നിന്റെ അകത്ത് ചിലതിനെ പുറത്താക്കാൻ ഒരു അധികാരം. യെസ്, power, 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 power. പറയും ഒരു അധികാരം, ചിലതിനെ പുറത്താക്കാൻ, ചിലതിനെ പുറത്താക്കാൻ ഒരു അധികാരം. യെസ്, fire of Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. ഒരു അധികാരം, 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 അധികാരം, അധികാരം. Fire! 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 ആത്മാവിന്റെ ശക്തി ചിലരുടെ അകത്ത് ഒരു അധികാരത്തോടെ ആത്മാവിൽ പ്രതികരിച്ചോ, 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 പ്രതികരിക്ക. ആത്മാവിൽ അത് പ്രതികരിച്ച് പ്രാപിക്കാം. ഒരു വലിയ അധികാരം, ദേശാധിപതി ശക്തികളെ തകർക്കാൻ ഒരു അധികാരം. പ്രാപിച്ചോ, 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 പ്രാപിക്ക, 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 പ്രാപിക്ക. യെസ്. ചൂഷണം ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചില കൈവശ ശക്തികൾ ഇന്ന് പ്രമാദത്തിൽ നെടുമങ്ങാട് കൂട്ടമായി കൈവശങ്ങൾ സംഭവിച്ചു. കൂട്ടമായി പൈശാചിക ശക്തികൾ ഇളകി വന്നു. ഇന്ന് പകൽ ഇതിനകത്ത് റിസറക്ഷൻ പവർ, ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കപ്പോൾ വെളിച്ചപ്പാടിന്റെ ശക്തികൾ, പൈശാചിക ശക്തികൾ, സർപ്പശക്തികൾ ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് ഇളകി പുറത്തു വന്ന് നിന്റെ ശരീരത്തെ ബന്ധിച്ച് നിന്നെ, നിന്റെ കുടുംബത്തെ തകർത്ത് നിന്നെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ദുരാത്മാക്കളുടെ ശക്തികൾ ഇന്ന് പകൽ ദൈവത്തിന്റെ തീ, ഫയർ, ഫയർ, ഫയർ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതാണ് റിസറക്ഷൻ പവറിന്റെ ശക്തി. ഇതാ നിന്നെ ഉള്ളിൽ കിടക്കുന്ന പൈശാചിക ശക്തികളാണ് നിന്റെ തലമുറയെ ബ്ലോക്ക് ചെയ്യുന്നത്, വിവാഹത്തെ ബ്ലോക്ക് ചെയ്യുന്നത്, കടഭാരത്തെ ഉണ്ടാക്കുന്നത്, നിന്റെ ശരീരം
ഒരിക്കലും രോഗമിടാനുള്ള ഒരു വേസ്റ്റ് പാത്രമല്ല. നിന്റെ ശരീരത്തെ രോഗം കൊണ്ടിട്ട് നശിപ്പിക്കുന്ന പൈശാചിക ശക്തികൾ ആരാധനയുടെ നടുവിൽ വെളിയിൽ വരണം. ആരാധനയുടെ നടുവിൽ അത് വെളിയിൽ വരണം. അത് വന്ന് ഇളകി പോകണം. നിന്റെ കുടുംബത്തെ തകർക്കുന്ന, നിന്റെ തലമുറയെ തകർക്കുന്ന, നിന്റെ ബിസിനസിനെ തകർക്കുന്ന, നിന്റെ ശരീരത്തെ തകർക്കുന്ന, നിന്റെ ജീവിതത്തിലെ സകല മേഖലകളെ തകർക്കുന്ന പിശാചിനെ, നിന്റെ തലമുറകളുടെ അകത്തിരിക്കുന്ന ദുരാത്മാക്കളെ ഇന്ന് പകലാത്മാവ് അതിനെ ശാസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. Come on! Hallelujah, Jesus. Praise the Lord. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ചെറിയ പരിപാടിയല്ല ചെയ്തത്. അതുകൊണ്ടാ പിശാച് ഇളകിയത്. ഇപ്പൊ അതാണ് ഇതിനകത്ത് പിശാച് ഇളകിയത്. അതെന്താ ഇളകിയെന്ന് അറിയാമോ? എന്താ ഇളകിയത്? പിശാചിന്റെ തലയെ ചവിട്ടി തകർത്തു. അവൻ ഇനി ഒരു അധികാരവും നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും തലമുറയുടെ മേലും ഇല്ല എന്ന ആ സത്യം ഇന്ന് പകൽ നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവന്റെ കയ്യിലുള്ള താക്കോലിനെ എന്റെ ദൈവം തിരിച്ചു പിടിച്ച് തന്റെ മക്കളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. നീ പറഞ്ഞാൽ പൈശാചിക ശക്തികൾ പുറത്തു വരും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ജനത്തിനാണ് അധികാരമുള്ളത്, പിശാചിനല്ല അധികാരമുള്ളത്. ഇത് ദൈവത്തിന്റെ സഭയാണ്. കർത്താവിന്റെ ക്രിസ്തുവിന്റെ തലയാ ഇവിടെ വാഴുന്നത്. ആ ദൈവത്തിന്റെ ശരീരമാണ് നമ്മള്. നമ്മുടെ ശരീരത്തെ തൊടാൻ പിശാചിന് അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അധികാരം നമ്മുടെ കയ്യിൽ പിടിച്ചെടുത്ത് തന്നിരിക്കുക. യേശു ക്രിസ്തു ക്രൂശിൽ കടന്നപ്പോൾ ക്രൂശിൽ കടന്ന കർത്താവിനെ നോക്കി സകലരും ചിരിച്ചു. ഇത് പരാജയമാണെന്ന് പറഞ്ഞു. ഇതാ 39 അടിയടിച്ച് ക്രൂശിൽ തൂക്കി പള്ളക്ക് കുന്തം കൊണ്ട് കുത്തി തന്റെ കണ്ണിലെ കൃഷ്ണമണി വരെ അടിച്ച് തൂക്കി വെളിയിലാക്കി. വികൃതമായ ഒരു ശരീരം തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ പൈശാചിക ലോകം ചിരിച്ചു. അവനെ തൂക്കിയവർ ചിരിച്ചു. റോമാ സാമ്രാജ്യം കൈകൊട്ടി ചിരിച്ചു. ഇതൊരു വലിയ പരാജയമാണ്. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. അവരുടെ തോന്നലുകളും അവരുടെ ചിരികളും ശത്രുവിന്റെ എല്ലാ പ്ലാനും പദ്ധതികളെ ദൈവാത്മാവ് തകർത്ത് പിശാചിന്റെ തലയെ എന്റെ കർത്താവ് ചവിട്ടി തകർത്തു. വാഗ്ദത്തമുള്ള ദൈവത്തിന്റെ പൈതൽ ജീവിതത്തിന്റെ മേഖലകളിൽ ചിലപ്പോൾ കഷ്ടതയിലൂടെ കയറിപ്പോകും, പ്രതികൂലത്തിലൂടെ കയറിപ്പോകും. അവനെ ആൾക്കാർ കളിയാക്കും, പരിഹസിക്കും, അപവാദം പറയും. കൂട്ടുവിശ്വാസികൾ ഒറ്റിക്കൊടുക്കും. സഹോദരങ്ങൾ അവരെ കൊല്ലാൻ ഏൽപ്പിക്കും. പലരും അവനെ കൈവിടും. പക്ഷേ സ്വർഗം പറയുന്നു, അല്പനേരം കഴിയുമ്പോൾ ഇവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ ആ വ്യക്തി ഉയർത്തെഴുന്നേറ്റ് വരും. അവൻ ഉയർത്തെഴുന്നേറ്റും. ഈ ലോകത്തൊരു ആണിക്കും ഒരു മരത്തടിക്കും ഒരു മരണത്തിനും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നീ പുറത്തു വരും. ദൈവത്തിന്റെ മക്കളെ, നീ യഥാർത്ഥ ഭക്തനാണെങ്കിൽ നിനക്ക് എല്ലായിടത്തു നിന്നും നല്ല വർത്തമാനം കിട്ടത്തില്ല. നീ ഭക്തനാണോ? ഭക്തന് കഷ്ടമുണ്ട്. ഹല്ലേലൂയ. നീ യഥാർത്ഥ ഭടനാണോ? ഒരു വലിയ പോരാട്ടം സൈന്യത്തിനകത്തുണ്ട് നിനക്ക്. നീ സൈന്യത്തിന്റെ മുമ്പിൽ നിന്ന് പട നയിക്കുന്നവനാണോ? നിന്റെ ശരീരത്തിലാണ് ഏറ്റവും കൂടുതൽ മുറിവുണ്ടാകുന്നത്. പക്ഷേ ആ മുറിവുകളൊന്നും അത് പരാജയത്തിൻ്റെതല്ല, അത് ജയത്തിന്റെ മുറിവുകളാണ്. ഓ സ്തോത്രം. അത് ജയത്തിന്റെ മുറിവുകളാണ്. ഇന്ന് പകൽ ക്രിസ്ത്യാനിയായ നീ നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ പ്രതി നിന്നിലുണ്ടായ മുറിവുകൾ അത് പരാജയമല്ല, അത് ജയമാണ്. അത് പിശാചിന് വിരോധമായ ആയുധമാണ്. നിന്റെ സാക്ഷ്യം പിശാചിന് വിരോധമായ ആയുധം. യെസ്. Rapa, Rasha, Reka,
ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും കൂടുതൽ മുറിവേറ്റവനാണ് നിങ്ങളെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം നിന്റെ ലൈഫിൽ മുറിവുകളും വേദനകളും തകർച്ചകളും പരിഹാസങ്ങളും കല്ലെറിയും ഉപദ്രവവും മാത്രമാണെന്ന് പറയുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയുകയാണ്, അതാണ് പിശാചിന് വിരോധമായി ദൈവം നിനക്ക് തന്ന ആയുധം. നിന്റെ മുറിവുകളുടെ ആഴം കൂടുന്നതിനനുസരിച്ച്, നിന്റെ അപമാനത്തിന്റെ ആഴം കൂടുന്നതിനനുസരിച്ച്, നിന്റെ പരാജയത്തിന്റെ ആഴം കൂടുന്നതിനനുസരിച്ച് പിശാചിനെ നിന്റെ കാൽ കീഴിലാക്കുന്ന ശക്തി നിന്റെ മേൽ ദൈവം തരും. യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ ഇന്ന് വരെ ലോകത്തൊരു മനുഷ്യനും അനുഭവിക്കാത്ത പീഡനത്തിലൂടെ കടന്നുപോയി. കർത്താവ് ക്രൂശിൽ കടന്നപ്പോൾ ഉഴവ് ചാല് പോലെ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഉള്ളം കാല് മുതൽ ഉച്ചം തല വരെ മുറിയാത്തൊരു സ്ഥലമില്ല, രക്തം വെളിപ്പെടാത്തൊരു സ്ഥലമില്ല. അതിക്രൂരമായ പീഡനത്തിന് ഇരയായി ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശരീരം തകർന്ന ഒരു മനുഷ്യനാണ് ക്രിസ്തു. ഹൃദയത്തെ തകർത്ത്, ചങ്കിനെ തകർത്ത് കളഞ്ഞു. പക്ഷേ തകർച്ചയും വേദനയും മുറിവും പരാജയമായിരുന്നില്ല. ആ മുറിവാണ് എന്നെയും നിന്നെയും ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങ് ദൂരെ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഗോൽഗോഥയിൽ മരിച്ച് കാൽവരി ക്രൂശിൽ കിടന്ന ക്രിസ്തുവിന്റെ മുറിവിന്റെ ആഴം കൂടിയപ്പോൾ ഹല്ലേലൂയ, എത്രയോ കിലോമീറ്റർ താണ്ടി ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ, തിരുവനന്തപുരത്തുള്ള നമുക്ക് ആ മുറിവിലൂടെ ഒഴുകി വന്ന രക്തം നമ്മയും കഴുകി ശുദ്ധീകരിച്ച് നമ്മയും പുറത്തെടുത്തെങ്കിൽ ഇന്ന് പകൽ നിന്നിൽ ഇന്ന് കാണുന്ന വേദനകൾ, ഇന്നത്തെ തകർച്ചകൾ, ഇന്നത്തെ മുറിവുകൾ ആയിരങ്ങളെ നേടാൻ, പതിനായിരങ്ങളെ നേടാൻ, ലക്ഷക്കണക്കിന് ജനങ്ങളെ നേടാൻ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ ആ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഇതെല്ലാം പരാജയമാണെന്ന് പിശാച് ചിരിച്ച്, കൈകൊട്ടി ചിരിച്ച് ആൾക്കാരുടെ ഇടയിൽ കൂടെ പോയി മറിയോട് ചോദിച്ചു, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? നീ വളർത്തി വലുതാക്കിയ മകൻ. അമ്മയുടെ ഹൃദയത്തിനകത്തൂടെ ഒരു വാള് കയറി പോകുമെന്ന് ദൂത് നേരത്തെ ഉണ്ട്. അപ്പോഴമ്മ പറഞ്ഞു, മാതാവ് പറഞ്ഞു, എടാ പിശാചേ, എൻ്റെ ഹൃദയത്തിനകത്തുകൂടെ ഒരു വാള് കയറി പോകുമെന്ന് ഈ തലമുറ ജനിച്ചപ്പോഴേ ഒരു ദൂതുണ്ട്. ആ വാള് കയറിയത് വെറുതെ അല്ല, മാനവരാശിയുടെ വിടുതലിന് വേണ്ടിയാണ്. മാനവരാശിയുടെ വിടുതലിന് വേണ്ടി എന്ന ഭാഗം നിന്റെ ഹൃദയത്തിലൂടെ കയറി പോകുന്ന വേദനകൾ, നിന്റെ ലൈഫിൽ വെളിപ്പെടുന്ന കുന്തമുലകൾ പോലെ ഹല്ലേലൂയ വാക്യങ്ങൾ കേട്ട് മുറിവേറ്റവൻ ആത്മാവ് പറയുന്നു, രക്ഷകൻ നിന്നിലൂടെ ആയിരങ്ങൾ രക്ഷിക്കപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ആ മാതാവ് ഓരോന്നും സംഗ്രഹിച്ചു വെച്ചിരുന്നെന്ന് പറയുന്നത്. തൻ്റെ തലമുറയെക്കുറിച്ചുള്ള കുഞ്ഞുനാളിലുള്ള ദൂതുകളെല്ലാം കേട്ട് ഗ്രഹിച്ചു വെച്ചൊരു മാതാവ് തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ പച്ച മനുഷ്യ മാംസം പിച്ചി ചീന്തി ആ ക്രൂശിൻ്റെ ചുവട്ടിലും വരുന്ന വഴികളിലും കൽത്തളത്തും മുഴുവനും മാംസച്ചീളുകൾ തെറിച്ചു കിടന്നപ്പോൾ ഒരു മാതാവിൻ്റെ ഹൃദയത്തിനകത്തൂടെ പച്ചയായ വാള് കുത്തി കയറ്റുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ ഒരു അനുഭവമൊന്നും ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീക്കും ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിന്റെ തലമുറയെ നിന്റെ മുമ്പിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച് ചിതറി ആ മാംസച്ചീളുകളും അസ്ഥികളും വെളുത്ത അസ്ഥികൾ വെളിയിൽ കാണത്തക്ക നിലവാരങ്ങളിൽ തൻ ജന്മം കൊടുത്തൊരു തലമുറയെ ഹാലേരിയും വേട്ടപ്പട്ടികളെ പോലെ ക്രൂരമായി ഉപദ്രവിച്ച് ചാട്ടമാറ് കൊണ്ട് അടിച്ച് ആ മാംസച്ചീളുകൾ ആകാശത്തിൽ തെറിച്ച് രക്തത്തുള്ളികൾ തെറിച്ചു വീഴുമ്പോൾ ആ മാതാവ് സഹിച്ചതുപോലൊരു സഹനം ഈ ഭൂമിയിൽ ആരും സഹിച്ചു കാണത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകല് ഹാലേലൂയ ഞാൻ പറയട്ടെ, ഇതിനകത്തിരിക്കുന്ന നീ അത്രയും വലിയ ത്യാഗവും വേദന അനുഭവിച്ചിട്ടില്ലെങ്കിൽ, ഹാലേലൂയ ഏതെങ്കിലും ചെറിയ മുറിവുകൾ നിനക്കുണ്ടെങ്കിൽ ആ മുറിവുകളുടെ എണ്ണം പറഞ്ഞ് അതിന് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം. Hallelujah. Hallelujah, Jesus. Praise the Lord. Hallelujah. Praise the Lord. അപ്പോൾ അത്രയും വലുതായി ഈ മഹാ ബൈബിൾ എന്ന് പറയുന്നത്. അത്രയും വലിയ കാര്യമാണ് കർത്താവ് ചെയ്തു വെച്ചിരിക്കുന്നത്. സാധാരണ ഒരു സംഭവമല്ല കർത്താവ് അനുഭവിച്ച പീഡനം എന്ന് പറയുന്നത്.
ഇതൊക്കെ ആർക്ക് വേണ്ടി? ഒരു രക്തബന്ധവും ഇല്ലാത്ത നമുക്ക് വേണ്ടി. നിങ്ങൾ എന്ത് യേശുവിന് വേണ്ടി ചെയ്തു? നിങ്ങൾ എത്രത്തോളം യേശുവിന് വേണ്ടി അനുഭവിച്ചു? ഈ കർത്താവിന് വേണ്ടി പകരം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങൾ എന്ത് കൊടുത്താലും അത് മതിയാകത്തില്ല. നിങ്ങളുടെ ജീവിതം കൊടുത്താലും അത് മതിയാകത്തില്ല. നിങ്ങൾക്കുള്ളതെല്ലാം കൊടുത്താലും അത് മതിയാകത്തില്ല. അത്രയും വലിയ സ്നേഹം കർത്താവ് ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അവൻ കർത്താവ് യേശു ആ ക്രൂശിൽ പ്രദർശിപ്പിച്ച സ്നേഹം. ഹല്ലേലൂയ. അപ്പൊ പിതാവിന് സ്വർഗത്തിൽ മിണ്ടാതിരിക്കാൻ പറ്റുമോ? തൻ്റെ മകന്, ഏകജാതനായ പുത്രനെ ഈ കർത്താവ് പിതാവ് ലോകത്തിന് കൊടുത്ത് തൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ. താൻ കംപ്ലീറ്റ് തകർന്ന ക്രൂശിൽ നിസ്സഹായനായി മരിച്ച്, ഹല്ലേലൂയ, തൃപ്തിയായി നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചരിച്ച് മരിച്ച് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പുത്രൻ കല്ലറയ്ക്കകത്ത് കിടക്കുന്ന അരമത്തിയയിലെ യോസേഫിൻ്റെ കല്ലറയ്ക്കകത്ത്, പുതിയ കല്ലറയ്ക്കകത്ത്, പണക്കാരനും കോടീശ്വരനും മൾട്ടി ബില്യണറായ ഒരു മനുഷ്യൻ്റെ കല്ലറ. ആ കല്ലറ അന്ന് ആദ്യമായി ഈ ലോകത്ത് ആരും ഈ കർത്താവിനെ അടക്കാൻ ഒരു കല്ലറ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കർത്താവിനെ അയച്ച പിതാവിന് അറിയാം കല്ലറ വരെ നേരത്തെ ഒരുക്കി വച്ചിരിക്കുക. യഹോവ ഇരേ, വാഗ്ദത്തവും ദൂതുമുള്ള നീ നാളെ മരിച്ചാൽ ഇവിടെ അടക്കുമെന്ന് നീ ചിന്തിക്കേണ്ട കാര്യമില്ല. നീ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ നിന്റെ മക്കളെ ആര് കെട്ടുമെന്ന് നീ വിശ്വസിക്കേണ്ട, അത് ചിന്തിക്കേണ്ട കാര്യമില്ല. നിനക്ക് ആര് ഭക്ഷണം തരും, ആര് കിടക്കാൻ ഇടം തരും, ആര് പുൽപ്പിറ്റ് തരും, ആര് ശുശ്രൂഷ തരും? നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ അവൻ ഉണ്മയുള്ളവനാണ്. യേശുക്രിസ്തു 3.5 വർഷം ശുശ്രൂഷിച്ചപ്പോൾ തന്റെ പ്രസംഗത്തിലോ തന്റെ ശുശ്രൂഷയിലോ ഒരിടത്തും ഞാൻ മരിക്കും, 3 ദിവസം കഴിഞ്ഞ് എഴുന്നേക്കും, അതുകൊണ്ട് ഇതിനകത്തുനിന്ന് ആരെങ്കിലും എനിക്ക് കല്ലറ ഒരുക്കണേ എന്ന് പറഞ്ഞ ചരിത്രം ബൈബിളിലില്ല. അതാ വിശ്വാസം. ഹല്ലേലൂയ, സ്തോത്രം. നാട് നീളെ പറഞ്ഞുകൊണ്ട് നടന്നില്ല, എനിക്ക് കല്ലറ വേണം, കല്ലറ വേണം, എനിക്ക് കിടക്കാൻ ഇടമില്ല, എനിക്ക് കല്ലറ വേണേ എന്ന് പറഞ്ഞ് യാചിച്ചില്ല, പിച്ചക്കാരനെ പോലെ നടന്നില്ല. കാരണം എന്റെ കർത്താവിന് അറിയാം ഞാൻ എന്റെ സ്വർഗത്തിലെ രാജാവിന് വേണ്ടിയാണ് ശുശ്രൂഷിക്കുന്നത്. എനിക്ക് വേണ്ടി അവൻ കരുതും, എനിക്ക് വേണ്ടി അവൻ കരുതും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഓരോരുത്തര് വിശ്വാസികളായി വരുമ്പോഴേ ചോദിക്കുന്നത് ഈ ചർച്ചിൽ കല്ലറയുണ്ടോന്നാണ്. കർത്താവ് ഒരിക്കലും കല്ലറയുണ്ടോ, ഇനി ഞാൻ മരിക്കാതെ 3.5 വർഷം കഴിയുമ്പോൾ ഞാൻ മരിക്കും, കല്ലറ റെഡിയാക്കിയെന്ന് പറഞ്ഞില്ല. തന്നെത്താൻ ഏൽപ്പിച്ച് ക്രൂശിൽ കടന്ന കർത്താവിനെ എടുത്ത് തറയിൽ വെച്ച് വെക്കുന്നതിന് മുമ്പ് അരമത്തിയിലെ യോസഫ് എന്ന മൾട്ടി ബില്യണർ അവിടെ വന്നു. നാളെക്കുറിച്ച് ചിന്തിക്കാതെ കർത്താവിന് വേണ്ടി ഓടുന്ന നിനക്ക് വേണ്ടി നീ ചിന്തിക്കാത്ത ഉന്നതങ്ങളിൽ നിന്ന് സപ്പോർട്ട് വരും. പുതിയത്, ഏറ്റവും ബെസ്റ്റ്. ഒരു വലിയ കോടീശ്വരന്റെ കല്ലറ എങ്ങനെയിരിക്കും? അത്രയും വലിയ ശുശ്രൂഷയാണ് താൻ ചെയ്തു വെച്ചിരിക്കുന്നത്. കൊണ്ടുവന്ന് അവിടെ കിടത്തി. കർത്താവ് കടക്കാരൻ, ഞാൻ ആർക്കും കടക്കാരനല്ല. ഒരു കല്ലറ പോലും കർത്താവ് 3 ദിവസത്തിൽ കൂടുതൽ യൂസ് ചെയ്തില്ല. 3-ാമത്തെ ദിവസം കർത്താവ് പറഞ്ഞു, യോസേഫേ, ഈ ഭൂമിയിൽ ആർക്കും കടക്കാരനായിട്ടിരിക്കുന്നവനല്ല ഞാൻ. നിന്റെ കല്ലറ അതുപോലെ ക്ലീനാക്കി വൃത്തിയാക്കി ഞാൻ തിരിച്ചു തരുന്നു. പ്രൈസ് ദി ലോർഡ്. ചരിത്രത്തിൽ ഇന്ന് വരെ കല്ലറ തിരിച്ചു കൊടുത്ത ആരുമില്ല. ചരിത്രത്തിൽ ഇന്ന് വരെ കല്ലറ തിരിച്ചു കൊടുത്തവൻ ആരുമില്ല. നമ്മളൊക്കെ പലപ്പോഴും അവിശ്വസ്തരായി, ചെറിയ കാര്യത്തിൽ പോലും വിശ്വസ്തരല്ലാതിരിക്കുമ്പോൾ എന്റെ ദൈവം കാണിച്ചു തന്ന കാര്യം കണ്ടോ? കല്ലറ കൊടുത്തവന് 3-ാമത്തെ ദിവസം തിരിച്ചു മാന്യമായി ആ കല്ലറ തിരിച്ചു കൊടുത്തിട്ട് കടക്കാരനായിട്ടല്ല പോയത്. അതുകൊണ്ട് നിനക്ക് വിശ്വസിക്കാം ഈ ദൈവത്തിനെ. നീ എന്ത് കൊടുത്താലും തിരിച്ച് ദൈവം തന്നിരിക്കും. അതിൽ നിന്ന് മനസ്സിലാക്കാം, നീ ലോകത്ത് എന്ത് ദൈവത്തിന് കൊടുത്താലും 100 മടങ്ങ് തിരിച്ചു തരുമെന്ന് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ നിനക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര വലിയവനാണ് നമ്മുടെ കർത്താവ്. വേറെ ആരും ഇതുപോലെ കല്ലറ തിരിച്ചു കൊടുത്തിട്ടില്ല. ഒരാൾ മാത്രം, യേശു കർത്താവ് മാത്രം. നിങ്ങൾക്ക് എവിടെയും ചെന്ന് ധൈര്യത്തോടെ പ്രസംഗിക്കാം. പല തത്വചിന്തകന്മാരും അവതാരങ്ങളും അതേ കല്ലറയ്ക്കകത്ത് അസ്ഥികൂടങ്ങളായി കിടക്കുമ്പോൾ ഒരുവൻ മാത്രം 3-ാം നാള് അവനെ ചുരുട്ടി വെച്ച ആ ചുറ്റിക്കെട്ടിയ തുണി വരെ കൃത്യമായി അടുക്കി മാറ്റി വെച്ചിട്ട് പോയി. എന്ത് വൃത്തി വിടും. അതാ ആലയം വൃത്തിയാക്കണോ ഞാൻ പറഞ്ഞത്.
നമ്മുടെ കർത്താവ് നമ്മളെ പോലെയല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുതപ്പൊരു സൈഡില്, തലയണ വേറൊരു സൈഡില്, മറ്റ് പലതും പല സൈഡില്. അങ്ങനെയല്ല നമ്മുടെ കർത്താവ് കേട്ടോ. ദൈവം എഴുന്നേറ്റപ്പോൾ ചുറ്റിക്കെട്ടിയ തുണി വരെ ചുരുട്ടി റെഡിയാക്കി അടുക്കി ഒരു സൈഡിൽ വെച്ചിട്ട് എഴുന്നേറ്റു. ഒരു മാനേഴ്സും ക്ലീനും വൃത്തിയുള്ളൊരു മനുഷ്യൻ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ കല്ലറയ്ക്കകത്ത് കർത്താവിനെ കെട്ടി ചുരുട്ടി വെച്ച തുണിയോട് നിങ്ങളൊരു കാര്യം ചോദിക്കണം. ഇതിനു മുമ്പ് ആരെങ്കിലും നീ കെട്ടിയ കെട്ടിനെ അഴിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അപ്പം ആ തുണി പറയും, ചരിത്രത്തിൽ ഇന്ന് വരെ ഞാൻ ചുറ്റിക്കെട്ടിയ ഒറ്റ ശരീരവും ഇന്ന് വരെ അത് അഴിച്ച് പുറത്ത് വന്നിട്ടില്ല. എന്നാൽ എനിക്ക് തെറ്റിപ്പോയി. ആദ്യമായി ഒരുത്തിനെ കെട്ടി, എന്നാൽ അവൻ ആ ചുറ്റഴിച്ചു, ആ കെട്ടഴിച്ചു, ആ ചുരുട്ടി വെച്ച തുണി അഴിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, എന്നെ കെട്ടാൻ പറ്റിയ ഒരു തുണിയും ഈ ലോകത്തില്ല, എന്നെ ഒതുക്കാൻ പറ്റിയ ഒരു കെട്ടുമില്ല, എന്നെ ചുറ്റിക്കെട്ടാനുള്ള ശക്തിയുള്ള ഒന്നും ഈ ലോകത്തില്ല എന്ന് പറഞ്ഞ് അതിനെ തിരിച്ചടിച്ചെങ്കിൽ ദൈവം പറയുക, ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഇന്ന് പകല് നെടുമങ്ങാട് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഫ്രണ്ട് നിൽക്കുകയായിരുന്നു. അവൻ കളരിപ്പയറ്റ് പഠിച്ചിട്ടുള്ള ഒരു പയ്യനാ. പ്രൈസ് ദി ലോർഡ്. അവന്റെ നിപ്പും നടപ്പിലും ഒരു കളരിയുടെ ചുവടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ ഈ വചനം പറഞ്ഞപ്പോൾ അവന്റെ കെട്ടഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിശാച് കെട്ടിയ കെട്ട് അഴിഞ്ഞ് പുറത്ത് വന്നവൻ തറയിൽ വീണു. ഇന്ന് പകൽ ആത്മാവ് പറയുക, ചില കെട്ടുകൾ മന്ത്രവാദം ചെയ്ത് കെട്ടിയത്, ആവിചാരം ചെയ്ത് കെട്ടിയത്, പ്രാർത്ഥിച്ച് കെട്ടിയത്, എതിർ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കെട്ടിയത്, കൈവശം നിന്ന് കെട്ടിയത്, ഇന്ന് പകൽ ആത്മാവ് പറയുക, ഇതിനകത്ത് രോഗത്താൽ കെട്ടിയ കെട്ട്, കടഭാരത്താൽ കെട്ടിയ കെട്ട്, തലമുറകളെ കെട്ടിയ കെട്ട്, പാരമ്പര്യത്തിന്റെ കെട്ട്, ഓ ചിലരുടെ ശരീരത്തിൽ നിന്ന് ഇന്ന് പകലത് അടിയട്ടെ, 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 അടിയട്ടെ. Yes, power, power. Yes, yes, അടിയട്ടെ, അടിഞ്ഞു വാ. Resurrection power, the power of resurrection. Oh, hallelujah, Jesus. Yes, 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 yes. Yes, 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 yes. Hallelujah. ഇതാ റിസറക്ഷൻ പവറിന്റെ ഉയർപ്പിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അവിടെ കല്ലറയ്ക്കകത്ത് നടന്നു. ഒന്ന്, 6 അടി സ്ഥലത്തിനകത്ത് കർത്താവിനെ ഒതുക്കി. വെളിയിൽ ചുറ്റി നടന്ന് കറങ്ങിത്തിരിഞ്ഞ് നടന്ന് യെരൂശലേം മുഴുവനും സഞ്ചരിച്ച അധികാരമുള്ളവനായി നടന്നവൻ ഒറ്റ ദിവസം കൊണ്ട് 6 അടിക്കകത്ത് ഒതുങ്ങി. എന്നിട്ട് വെളിയിൽ നിന്ന് ആൾക്കാർ പറഞ്ഞു, ജീവിതകാലം ഇനി ലൈഫ് ലോങ് ഇവിടെ തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ റിസറക്ഷൻ പവർ വന്നപ്പോൾ പരിധി പൊട്ടി. ഇന്ന് ചിലരുടെയൊക്കെ പരിധി പൊട്ടാൻ പോവുക. ഹല്ലേലൂയ. നീ താമസിക്കുന്ന ഏരിയ, നിന്റെ ഉണക്ക വീട്, നിന്റെ ചെറിയ ലാംബി സ്കൂട്ടർ, നിന്റെ ചെറിയ ചില ഉദ്യോഗം, ചെറിയ വരുമാനങ്ങൾ, ഇതിനകത്ത് ഒതുങ്ങിക്കിടക്കുന്ന നിന്റെ വീട്ടിനകത്തുനിന്ന് വെളിയിറങ്ങാത്ത അടുക്കളയ്ക്കകത്ത് ഒതുക്കുന്ന പല മേഖല ഒതുങ്ങിക്കിടക്കുന്ന തിരുവനന്തപുരം പട്ടണം വിട്ടു പോകാത്ത നെടുമങ്ങാട് വിട്ടു പോകാത്ത അല്ല ട്രിവാൻഡ്രം വിട്ടു പോകാത്ത വേൾഡ് വൈഡായി ഗ്ലോബൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ പവർ, ദ ട്രാൻസ്പോർട്ടേഷൻ ഗ്ലോറി, യെസ് ദ പവർ. ഇന്ന് ഈ മെസ്സേജ് ഞാനിവിടെ പറയുമ്പോൾ ചില പ്രത്യേക അഭിഷേകം ഇതിനകത്ത് ചിലരുടെ മേൽ വീഴും. കർത്താവ് ഭൂമിയിൽ 33.5 തിരുവയസ്സ് വരെ ജീവിച്ചപ്പോൾ ഭൂമിയിൽ മാത്രം, യെരൂശലേമിൽ മാത്രം ഒതുങ്ങിയ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആകാശത്തിൽ മേഘങ്ങളെ കീറി മുറിച്ച് ഭൂമിക്ക് മുകളിൽ, ഗാലക്സികൾക്ക് മുകളിൽ
കയറി സ്വർഗ ഉന്നതങ്ങളിൽ കയറിയെങ്കിൽ ഇന്ന് ഇവരെ കേൾക്കുന്നവരോട് ഞാൻ ദൂത് പറയുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തിരുവനന്തപുരത്തും ഇന്ത്യക്കകത്തുമൊക്കെ കറങ്ങുന്ന നിന്നെ രാജ്യങ്ങളുടെ വാതിലുകൾ, പട്ടണങ്ങളുടെ വാതിലുകൾ, ഗ്ലോബൽ മിനിസ്ട്രി, ഒരു ഗ്ലോബൽ മിറക്കിൾ മിനിസ്ട്രി, യെസ്, നിന്റെ പദവി മാറാൻ പോകുന്നു. നിന്റെ പദവികൾ, നിന്റെ അധികാരങ്ങൾ, നിന്റെ യാത്രകൾ, നിന്നെ ആർക്കും കാണാൻ പറ്റാത്ത, ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ഒരു ലെവലിൽ ദൈവം നീ മാറാൻ പോകുന്നു. ഓ ഹല്ലേലൂയ ജീസസ്. എത്ര പേർ വെളിപ്പാടുണ്ട്? വെളിപ്പാടുള്ളവർ പ്രാപിച്ചോ? യെസ്, നിന്റെ ട്രാവലിംഗ് മാറും. ഇതുവരെ കേറാത്ത വാഹനം, ഇതുവരെ കേറാത്ത ഫ്ലൈറ്റുകൾ, ഇതുവരെ കേറാത്ത 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകൾ, ഇതുവരെ കഴിക്കാത്ത ഭക്ഷണം, ഇതുവരെ ധരിക്കാത്ത വസ്ത്രം, നിന്റെ മുറിവുകൾ ഉണങ്ങുന്നു, നിന്റെ പഴയത് മാറുന്നു, നിന്നെ ഞാൻ പുതിയതാക്കുന്നു. യെസ്, നിനക്ക് നീ തടസ്സമില്ല. ഒരു സൈന്യവും ഒരു സാമ്രാജ്യ ശക്തികളും നിന്നെ പിടിക്കാതെ നിന്റെ കെട്ടുപൊട്ടി നീ ഭൂമിക്ക് മുകളിൽ, ഗാലക്സികൾക്ക് മുകളിൽ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അസാധാരണമായ ഒരു ട്രാവലിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ and a dress in every area, the glory, yes, in Jesus, receive the power. സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ മാറുകയാ, അധികാരങ്ങൾ മാറുന്നു, അധികാരങ്ങൾ മാറുന്നു, പൊസിഷനുകൾ മാറുന്നു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 3.5 വർഷം കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായപ്പോ കർത്താവിനെ എല്ലാവർക്കും കാണാമായിരുന്നു, അല്ലേ? എല്ലാവർക്കും യേശു അവൈലബിൾ ആയിരുന്നു. എല്ലാവർക്കും യേശു അവൈലബിൾ ആയിരുന്നു. എല്ലാവർക്കും തൊടാം, ആർക്കും അടുത്ത് ചെല്ലാം, ആർക്കും കാണാം, ആർക്കും ഇടപെടാം. ചുങ്കക്കാരും പാപികളും അടക്കമുള്ളവര് യേശുവിനോടുകൂടി ഭക്ഷണം കഴിച്ചു. അതുവരെ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഏഞ്ചൽസ് ഉണ്ട്. ഭൂമിയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അയച്ച ഏഞ്ചൽസ്. അധികാരം, ഒരു സൈഡിൽ പൂർണ്ണ മനുഷ്യൻ, മറു സൈഡിൽ ക്രിസ്തു. ഒന്ന് യേശു, രണ്ട് ക്രിസ്തു. യേശു മനുഷ്യപുത്രനും ക്രിസ്തു ദൈവം, ദൈവപുത്രനും. 2 പേരാണ് ക്രിസ്തു. യേശു, ക്രിസ്തു. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തു എന്ന പേര് കേട്ട പിശാച് പറയും. യേശു ക്രിസ്തു എന്ന 2 പേര് ഒരുമിച്ച്, 2 പേഴ്സണാലിറ്റി അതിനകത്ത്. ഒന്ന് ദൈവത്വം, പരിപൂർണ ദൈവത്വം, മറ്റൊന്ന് പൂർണ്ണ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനകത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തലം മാറി. റിസറക്ഷൻ കഴിഞ്ഞ് എഴുന്നേറ്റ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. ദൂതന്മാരെല്ലാം മാറി. അതായത് ഈ 33.5 വയസ്സ് വരെ ഭൂമിയിലായിരിക്കേണ്ടതിന് ദൈവം വെച്ചിരുന്ന ഏഞ്ചൽസ്, അധികാരപരിധി, ട്രാവലിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, അക്കോമഡേഷൻ, എല്ലാത്തിനും ഒരു പരിധി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒറ്റയടിക്ക് ചേഞ്ചായി. വസ്ത്രം എല്ലാം. എന്നിട്ട് കർത്താവ് ഒന്നാമത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും പൂർണ്ണമായി ഫ്രീ ആയി. അപ്പൊ നിയമങ്ങൾക്ക് അതീതനായി, അധികാരങ്ങൾക്ക് അതീതനായി. ഇനി റോമ സാമ്രാജ്യത്തിലെ ഒരു രാജാവിനും ഭൂമിയിലെ ഒരു സൈന്യത്തിനും പുള്ളിയെ തൊടാൻ പറ്റത്തില്ല. കഴിഞ്ഞ നാൾ ഇന്ന് വരെ നിന്നൊക്കെ ഒരു ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മുതൽ ആത്മാ പറയുന്നു, ആർക്കും നീയുമായിട്ടൊരു ഫൈറ്റിംഗ് ഇല്ല. There is no fighting. Hallelujah. Yes. Hallelujah. ഫൈറ്റിംഗ് ഇല്ലെന്ന് മാത്രമല്ല, ഇപ്പൊ വേറൊരു കാര്യം ഇവിടെ നടന്നു. യേശു ക്രിസ്തുവിന് ഇഷ്ടമുള്ളവരെ മാത്രമേ കർത്താവ് തന്നെ കാണിക്കൂ. ഇനി ആർക്കും പഴയതുപോലെ
ദൈവത്തിന്റെ അടുക്കൽ എത്താൻ പറ്റത്തില്ല. ആർക്കും പഴയതുപോലെ കർത്താവിനോടുകൂടി ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ആർക്കും തന്നെ കാണാൻ പറ്റത്തില്ല. കർത്താവ് അനുവദിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ. അതായത് നിന്റെ ലൈഫ് വാല്യുബിൾ ലൈഫായി, നിന്റെ ടൈം വാലിഡിറ്റി ഉള്ള വാല്യുബിൾ ആയ ടൈം ഉള്ളവനായി നിന്റെ പൊസിഷനുകൾ ചേഞ്ച് ആവും. ഇനി സാധാരണപ്പെട്ടവർക്കാർക്കും നിന്റെ അടുക്കൽ പെട്ടെന്ന് എത്താൻ പറ്റാത്ത രീതിയിൽ നിന്റെ ലെവലിലുള്ളവന് മാത്രമേ നീയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. കംപ്ലീറ്റ് മനുഷ്യത്വം മാറി കംപ്ലീറ്റ് ദൈവത്വമായി മാറി. കംപ്ലീറ്റ് മനുഷ്യത്വം ക്രൂശ് മരണത്തോടുകൂടി മനുഷ്യൻ മരിച്ചു. ഉയർത്തെഴുന്നേൽപ്പിലൂടെ പൂർണ്ണ ദൈവത്വം വെളിപ്പെട്ടു, മഹത്വം വെളിപ്പെട്ടു. ഇനി കർത്താവ് വിചാരിച്ചാലേ, അതാണ് കർത്താവ് ആ തോട്ടത്തിൽ വെച്ച് മറിയോട് പറഞ്ഞു, എന്നെ തൊടരുത്. കഴിഞ്ഞ നാളിന്ന് വരെ തൊട്ടോണ്ടിരുന്നതാ, എന്നെ തൊടരുത്. പത്രോസും യോഹന്നാൻ വന്നിട്ടും കണ്ടില്ല. കഴിഞ്ഞ നാള് വരെ പത്രോസും യോഹന്നാൻ മാറിൽ ചാരിയിരുന്നതാ. പക്ഷേ ഇനി കർത്താവ് വിചാരിച്ചാലേ അവർക്ക് കാണാൻ പറ്റൂ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയുകയാണ്. ഈ നെടുമങ്ങാടോ ട്രിവാൻഡ്രത്തോ പട്ടണങ്ങളിലോ ഇന്ത്യയിലോ നിന്നെ കാണാനും കേൾക്കാനും തൊടാനും അടുത്തിരിക്കാനും ഒക്കെ എല്ലാവർക്കും പറ്റുമായിരുന്നു. ഇനി ഒരു സീസൺ വരുന്നു. ആ സീസണിൽ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും നിന്നെ പിടിച്ചാ കിട്ടത്തില്ല. നിന്റെ ലെവല് മാറാൻ പോയ, നിന്റെ ലെവല് മാറാൻ പോകുന്നു. നിന്റെ സ്ഥിതി മാറാൻ പോകുന്നു. നിന്നെ കാണാൻ പോലും കിട്ടാത്ത രീതി ഫ്ലൈറ്റ്. രാവിലെ ഒരു രാജ്യം, ഉച്ചയ്ക്ക് ഒരു രാജ്യം, വൈകുന്നേരം ഒരു രാജ്യം പോലെ സാധാരണക്കാരന് വന്ന് അടുത്ത് വെക്കാൻ പറ്റാതെ ഒരു നെക്സ്റ്റ് ലെവലിൽ നിന്റെ വാഹനങ്ങൾ മാറാൻ പോകുന്നു. ഈ ഉയർത്തെഴുന്നേൽപ്പിലൂടെ മറ്റൊരു കാര്യം സംഭവിച്ചു. എല്ലാ മനുഷ്യരും പിശാചും കൂടെ ചേർന്ന്, റോമാ സാമ്രാജ്യം കൂടെ ചേർന്നാണ് കർത്താവിന് ഈ പണി കൊടുത്തത്. ഈ പണി കൊടുത്തവന്മാരെല്ലാം നിശബ്ദരായി ഞെട്ടി വായും തുറന്നിരിക്കുക. കർത്താവിനെ കാണാനില്ല. സകല മനുഷ്യരും ഞെട്ടുന്ന ചിലത് നിന്റെ ലൈഫിൽ നടക്കും. കഴിഞ്ഞ വർഷങ്ങളായി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊരു മറുപടി സകല മനുഷ്യരും ഞെട്ടുന്ന, ആശ്ചര്യപ്പെടുന്ന രീതിയിൽ ഇതെവിടെ പോയി? ഇതൊരാശ്ചര്യമായിരിക്കുന്നു. In Jesus' name. Hallelujah. 2023 കർത്താവ് പറയുന്നു, ഞാൻ പറയുന്ന ഈ ദൂതുകള് നിങ്ങൾ കാണുന്ന തോന്നിയാൽ നിങ്ങൾ അങ്ങ് പിടിച്ചോളണം. അത് ഒരുപക്ഷെ എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞിരുന്നാൽ നീ അവിടെ ഇരിക്കും. നീ ചാടി പിടിക്കണം. മനസ്സിലായോ? ഞങ്ങളിവിടെ ഗസ്റ്റ് ഭാഷന്മാർ വരുമ്പോൾ ഞാനും കൂടെ എഴുന്നേറ്റ് നിന്ന് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം ചെയ്യും. ഇത് നമ്മളെന്ന് പറയുമ്പോൾ നിങ്ങൾ വായും തുറന്ന് അവിടെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഭാഷന്മാർ വരുമ്പോൾ നമ്മളൊക്കെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളും ചെയ്യും. നമ്മളെന്തെങ്കിലും ചെയ്താൽ നിങ്ങളും ചെയ്യും. അങ്ങനെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വ്യക്തിത്വം വേണം. നിങ്ങളത് പ്രാപിക്കാൻ റെഡിയാവണം. നിങ്ങൾ പ്രാപിക്കാൻ റെഡിയാവണം. ഞാൻ പറയുക, കഴിഞ്ഞ നാളുകളിൽ വർഷങ്ങളായിട്ട് നീ ഒരു സാധാരണ ഓർഡിനറി പേഴ്സൺ ആയിരുന്നെങ്കിൽ ദൈവം നിന്നെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റാൻ പോകുന്നു. നിന്നെ ഒരു സൂപ്പർ നാച്ചുറൽ ആക്കി മാറ്റാൻ പോകുന്നു. നിന്റെ ലൈഫിൽ ദൈവം ചെയ്യുന്നത് നാട്ടുകാർ കണ്ട് ഞെട്ടാൻ പോകുന്നു, അത്ഭുതപ്പെടാൻ പോകുന്നു, ഞെട്ടാൻ പോകുന്നു, അത്ഭുതപ്പെടാൻ പോകുന്നു, അത്ഭുതപ്പെടാൻ പോകുന്നു, ഞെട്ടാൻ പോകുന്നു. നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. നീ ഒരു അത്ഭുതമായി, നീ ഒരു ഞെട്ടനായി, നീ ഒരു നടുക്കമായി മാറാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ഒരു ദൂത് വന്ന ഇതുപോലെ ഏറ്റെടുക്കണം. അതാര് പറഞ്ഞാലും ആര് പ്രസംഗിച്ചാലും, കഴിഞ്ഞ എത്രയോ ദൂത് പറഞ്ഞപ്പോ നീ ഇതുപോലെ നീ ഇതുപോലെയാണ് റിസീവ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. കേട്ടോ? ആശ്ചര്യപ്പെടാൻ പോവുക, ഞെട്ടാൻ പോവുക.
നിങ്ങളുടെ കുടുംബത്തിനകത്ത് നാട്ടുകാരെല്ലാരും ഞെട്ടുന്ന പരിപാടി നടക്കാൻ പോകും. ഹല്ലേലൂയ. നാട് മുഴുവനും ഒരു വലിയ ശ്രുതി പരക്കാൻ പോകും. കേരളം ഞെട്ടുന്ന ചില അത്ഭുതം, ഇന്ത്യ ഞെട്ടുന്ന ചില അത്ഭുതം. KFM ഗ്ലോബൽ വർഷിപ്പ് സെന്റർ നമ്മുടെ ചർച്ചിനെ കാണാൻ ലോക രാജ്യങ്ങളിൽ നിന്ന് ജനം വരും. സായിപ്പന്മാർ വരും, ഉന്നതന്മാർ വരും. ഓ, KFM ഒരു റിവൈവൽ സഭയായി ലോക രാജ്യങ്ങൾ അറിയപ്പെടുന്ന ചർച്ചായി ദൈവത്തിനെ അപ്പോയിന്റ് ചെയ്യാണ്. പട്ടണം പിടിക്കാൻ പോകുന്നു. ആലയങ്ങളെ ദൈവം നമുക്ക് തരാൻ പോകുന്നു. സ്ഥലങ്ങളെ നമ്മൾ വാങ്ങാൻ പോവുകയാണ്. ഇതുപോലെ നീ വിശ്വാസത്താൽ പേര് പിടിക്കണം. ഏത് ദൂത് ഇതുപോലെ പിടിക്കേണ്ടത്. അത് ഏതെങ്കിലും എവിടെന്നെങ്കിലും വന്ന് ഏതൊരു ബന്ധവും ഒരു പിന്നെ ആത്മാവിൽ ഒരു ഭാരവും നിങ്ങളെക്കുറിച്ചില്ലാത്ത, നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, രക്തബന്ധമില്ലാത്ത, സ്പിരിച്വൽ ഫാദർ അല്ലാത്ത, ഞാൻ എവിടെന്നെങ്കിലും വിളിച്ചോണ്ട് വന്ന 1 മണിക്കൂറിന് വന്ന അയാൾ വന്ന് ഒരു ഇതുമില്ലാത്ത എന്തെങ്കിലും പറയുമ്പോൾ ചാടി വീഴുന്ന ബഹളം ഉണ്ടാക്കി ഉരുളുന്ന ആൾക്കാരെ കണ്ട് ഞാൻ ഞെട്ടും. അവരൊന്നും അല്ല നിന്നെ വിടുവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ എഴുന്നേറ്റ് ഇതുപോലെ റിസീവ് ചെയ്യണം. അതാ നെടുമങ്ങാടുകാർ കത്തണത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ലാതെ അവിടെ നോക്കിക്കൊണ്ടിരുന്നാൽ ഒരു ജീവിതകാലം മുഴുവൻ നീ അവിടെ ഇരുന്ന് പോകും. ഒരു ദൂത് കിട്ടിയ ചാടി പിടിക്കണം. അത് നാണക്കേട് വിചാരിക്കരുത്. നിങ്ങളുടെ സ്വന്തം പാസ്റ്റർ പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പിടിക്കേണ്ടത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കല്യാണത്തെ നമ്മൾ നടത്തുമ്പോൾ നമ്മളെ വിശ്വാസികൾ വന്ന് അങ്ങനെ ഇരിക്കും. ജാതികളുടെ ഇടയിൽ ഒറ്റയെണ്ണം കൈയടിക്കുകയില്ല, അത് റിസീവ് ചെയ്യില്ല, ഒന്നും ചെയ്യത്തില്ല. കല്യാണം നടന്നാലും മരണ വീടായിരുന്നു എവിടെയാണെങ്കിലും നിങ്ങളുടെ ശുശ്രൂഷകന്മാർ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ ജാതികൾ നോക്കി നിൽക്കും പോലെ അവിടെ ഇവിടെയൊക്കെ പെണ്ണുങ്ങളെ പോലെ മാറി ഒതുങ്ങി എവിടെയെങ്കിലുമൊക്കെ തൂണിൻ്റെ മറയിൽ നിന്ന് കയ്യും ബാക്കി വെച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ എനിക്ക് സഹതാപം തോന്നുന്നു. എത്ര പരിതാപകരമായ അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ശുശ്രൂഷകന്മാർ ഒരു മരണ വീട്ടിലോ കല്യാണ വീട്ടിലോ ഒന്ന് പ്രസംഗിക്കുമ്പോൾ ഏതെങ്കിലും വല്ലവന്റെ വീട്ടിന്റെ തെങ്ങിന്റെ മൂട്ടിൽ ചെന്ന് നിൽക്കാനുള്ളവനല്ല നീ അവിടെ കയറി വന്ന് ആ ശുശ്രൂഷകന് ആത്മാവിൽ സപ്പോർട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഈ ചർച്ച വരുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഒരു മാനേഴ്സും ബോധവും സുബോധമെങ്കിലും നമ്മുടെ അകത്തുണ്ടാകണം. പലരെയും കാണുമ്പോൾ എത്രയും വർഷമായിട്ട് സഭയിൽ വരുന്നവരുണ്ട്, പക്ഷേ അവര് പലയിടങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയാണ്. ഇങ്ങനെയുള്ളവനൊക്കെ വേണ്ടിയാണല്ലോ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. മടുപ്പ് തോന്നി 2 ആഴ്ച ഞാൻ സഭയിൽ വരാത്തതിന് കാരണം എന്താണെന്നറിയാം. ഞാൻ ഫെഡപ്പായി പോയി എൻ്റെ ഉള്ളിൽ. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ മനസ്സോർത്ത് ഈ ചർച്ച വേണ്ട, ഇത് വേറെ ആരെങ്കിലും പാഷന്മാരെ ഏൽപ്പിക്കാമെന്ന് വരെ വിചാരിച്ചതാണ്. കാരണം നമ്മുടെ വിശ്വാസികളുടെ വേദന സ്നേഹമില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത, ഞാൻ ഇവിടെ കോല കിടന്ന കഥകളിയും തുള്ളലും ഓട്ടം തുള്ളലും ഒക്കെ നടത്തിയാലും അതിനനുസരിച്ച് ഒരു റെസ്പോൺസ് ഇല്ലാത്ത, ഒരു ആത്മാർത്ഥതയില്ലാത്ത, ദൈവസ്നേഹം അശേഷമില്ലാത്ത, അല്ലെങ്കിൽ നന്ദിയില്ലാത്ത ഒരു കൂട്ടം പേർക്ക് വേണ്ടി ഒരു ശുശ്രൂഷകന്മാരെയും ദൈവം ഒരുപാട് നാൾ ഇവിടെ നിർത്തിയിരിക്കില്ല. ദൈവം അടുത്ത സീസണിൽ അവരെ പുറത്തു കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അതാ പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് കാണാൻ കിട്ടും, ഇന്ന് പ്രസംഗിക്കാൻ ആളിനെ ഉണ്ട്. ഇനി ഒരു നാളിൽ നിങ്ങൾ ഈ പ്രസംഗം കേൾക്കാൻ, കാണാൻ, കേൾക്കാൻ, തൊടാൻ കൊതിക്കുന്ന ഒരു കാലഘട്ടം വരും. അന്ന് നിനക്ക് 7 അകലത്ത് വരാൻ പറ്റാത്ത ഒരു ചരിത്രമായി ദൈവം മാറ്റാൻ പോവുകയാണ്.